നമസ്കാരം, പ്രൈം ടുഡേയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ആധുനിക സൗകര്യങ്ങളോടെ ഒരുങ്ങിയ താനൂർ റെയിൽവേ സ്റ്റേഷൻ മന്ദിരം നാടിന് സമർപ്പിച്ചു. മന്ത്രി വി അബ്ദുറഹ്മാന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 1.5 കോടി രൂപ ചെലവിട്ടാണ് റെയിൽവേ സ്റ്റേഷൻ നവീകരിച്ചത്. താനൂർ തയ്യല റെയിൽവേ മേൽപ്പാലം മന്ത്രി PM മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. കിഫ്ബി ഫണ്ടിൽ നിന്നും 33.3 കോടി രൂപ ചെലവഴിച്ചാണ് മേൽപ്പാലം നിർമ്മിച്ചത്. മന്ദാരം പബ്ലിക്കേഷൻ ലിറ്ററേച്ചർ ഓഫ് ലവ് സാഹിത്യ സംഗമവും പുസ്തക പ്രകാശനവും തിരൂർ തുഞ്ചംപറമ്പിൽ നടന്നു. മന്ദാരത്തിന്റെ കാളിമ എന്ന കൃതിയുടെ പ്രകാശനമാണ് നടന്നത്. നവീകരിച്ച തിരൂർ മലപ്പുറം റോഡ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന പാതയിൽ ഉൾപ്പെടുന്ന തലക്കെടുത്തൂർ മുതൽ കുറ്റിപ്പാല വരെയുള്ള നവീകരണ പ്രവൃത്തിയാണ് നടന്നത്. ദി ലൈറ്റ് ചാരിറ്റബിൾ ട്രസ്റ്റ് കുടുംബസംഗമം സംഘടിപ്പിച്ചു. റമദാൻ അനുഗ്രഹീത മാസം എന്ന വിഷയത്തിൽ സാബിക് പുല്ലൂർ പ്രഭാഷണം നടത്തി. ശിവരാത്രിയോടനുബന്ധിച്ച് സ്വാതി തിരുനാൾ കലാകേന്ദ്രം ട്രസ്റ്റ് മ്യൂസിക് തെറാപ്പി ഫൗണ്ടേഷൻ തൃക്കണ്ടിയൂരിന്റെ നേതൃത്വത്തിൽ ശ്രീ തൃക്കണ്ടിയൂർ ശിവക്ഷേത്രത്തിൽ വെച്ച് സംഗീതാർച്ചന, വീണാവാദനം, നൃത്യങ്ങൾ, തിരുവാതിരക്കളി എന്നിവ അരങ്ങേറി. വാർത്തകൾ വിശദമായി. അത്യാധുനിക സൗകര്യങ്ങളോടെ ഒരുങ്ങിയ താനൂർ റെയിൽവേ സ്റ്റേഷൻ മന്ദിരത്തിന്റെ ഉദ്ഘാടനം പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PM മുഹമ്മദ് റിയാസ് നിർവഹിച്ചു. താനൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നടന്ന ചടങ്ങിൽ ന്യൂനപക്ഷക്ഷേമ, കായിക, വഖഫ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ അധ്യക്ഷനായിരുന്നു. പദ്ധതിയുടെ ശിലാഫലകാനാച്ഛാദനവും അദ്ദേഹം നിർവഹിച്ചു. മന്ത്രി വി അബ്ദുറഹ്മാന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 1.5 കോടി രൂപ ചെലവിട്ടാണ് റെയിൽവേ സ്റ്റേഷൻ നവീകരിച്ചത്. അസൗകര്യങ്ങളിൽ വീർപ്പുമുട്ടിയിരുന്ന റെയിൽവേ സ്റ്റേഷന് പുതിയ വികസന പദ്ധതികൾ ആശ്വാസം പകരുകയാണ്. പഴയ കെട്ടിടം പൂർണ്ണമായും പൊളിച്ചു നീക്കിക്കൊണ്ട് പുതിയ ടിക്കറ്റ് ബുക്കിംഗ് ഓഫീസ്, ഉയർന്ന ശ്രേണി യാത്രക്കാർക്കുള്ള കാത്തിരിപ്പ് കേന്ദ്രം, ടോയ്ലറ്റ് കോംപ്ലക്സ്, 1ാം പ്ലാറ്റ്ഫോമിൽ മേൽക്കൂര, പ്ലാറ്റ്ഫോമിൽ വിപുലമായ ഇരിപ്പിട സൗകര്യം, മിനി മാസ്റ്റർ ഉൾപ്പെടുന്ന വൈദ്യുതി വിളക്കുകൾ എന്നിവ ഉൾപ്പെടുത്തിയ ബൃഹത് പദ്ധതികളാണ് റെയിൽവേ സ്റ്റേഷനിൽ ഒരുങ്ങിയത്. 1885 താനൂർ റെയിൽവേ സ്റ്റേഷൻ ഇവിടെ സ്ഥാപിതമാകുന്നത്. ഒരു സൗകര്യങ്ങളില്ലാത്ത ഒരു റെയിൽവേ സ്റ്റേഷനായിരുന്നു. ഇവിടെ നിന്ന് MP മാരുണ്ടായിരുന്നു, പാർലമെന്റിൽ അംഗങ്ങളുണ്ടായിരുന്നു, റെയിൽവേയുടെ ചുമതലയുള്ള മന്ത്രി വരെ ഈ താനൂരിൽ നിന്നും വിജയിച്ചു പോയിരുന്നു. പക്ഷേ റെയിൽവേ സ്റ്റേഷന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ അന്ന് അവർക്ക് സാധ്യമായില്ല. ഇന്ന് ആ റെയിൽവേ സ്റ്റേഷൻ രാജ്യത്ത് ആദ്യമായി ഒരു MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും പണം ചെലവഴിച്ച് നമ്മൾ നവീകരിച്ചു. എന്നതിൻ്റെ ഉദ്ഘാടനം നമ്മൾ ഈ വേദിയിൽ വെച്ച് നടത്തിയിരിക്കുക. അതൊരു ജനകീയ ഉദ്ഘാടനമായിട്ടാണ് നമ്മൾ കാണുന്നത്. കാരണം ധാരാളം ജനങ്ങൾ ഉപയോഗപ്പെടുത്തുന്ന ഒരു റെയിൽവേ സ്റ്റേഷൻ ആയതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ ആദ്യത്തെ 3 റെയിൽവേ സ്റ്റേഷനിൽ ഒന്നാണ് താനൂർ റെയിൽവേ സ്റ്റേഷൻ എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. റെയിൽവേ സ്റ്റേഷൻ മന്ദിരത്തിന്റെ ഉദ്ഘാടനം പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി P മുഹമ്മദ് റിയാസ് നിർവഹിച്ചു. നമ്മുടെ സംസ്ഥാനം പശ്ചാത്തല വികസന മുന്നേറ്റത്തിൽ വലിയൊരു കുതിപ്പിലാണ്. കഴിഞ്ഞ 10 വർഷം കേരളത്തിൽ പുതിയ പാലങ്ങൾ, കെട്ടിടങ്ങൾ, റോഡുകൾ നിരവധിയാണ്. ജനങ്ങളാകെ അനുഭവിച്ചറിഞ്ഞ മാറ്റങ്ങളാണ് പശ്ചാത്തല വികസന മേഖലയിൽ ഉണ്ടായത്. മേൽപ്പാലങ്ങളുടെയും കെട്ടിടങ്ങളുടെയും കാര്യത്തിൽ കേരളം കൈവരിച്ച ഈ മുന്നേറ്റം ഈ നാട് അറിഞ്ഞതാണ്. റോഡുകൾ, പാലങ്ങൾ, മേൽപ്പാലങ്ങൾ പോലെ തന്നെ കെട്ടിടങ്ങൾ.
റെയിൽവേ സ്റ്റേഷൻ നവീകരണത്തിനായി MLAയുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിക്കുന്നത് താനൂരിലാണെന്നതും പ്രത്യേകതയുണ്ട്. കോഴിക്കോട് ഭാഗത്തേക്കും ഷൊർണൂർ ഭാഗത്തേക്കും 13 ട്രെയിനുകൾ വീതമാണ് താനൂരിൽ നിർത്തുന്നത്. 10 പാസഞ്ചർ ട്രെയിനുകളും 14 എക്സ്പ്രസ് ട്രെയിനുകളും 2 സൂപ്പർഫാസ്റ്റ് മെയിലുകളുമാണ് താനൂരിൽ നിർത്തുന്നത്. വെട്ട ന്യൂസ്, താനൂർ. താനൂർ തെയ്യാല റെയിൽവേ മേൽപ്പാലം പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PM മുഹമ്മദ് റിയാസ് ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. പാശ്ചാത്തല സൗകര്യം വികസനം എന്താണെന്ന് ജനങ്ങൾ അനുഭവിച്ചറിഞ്ഞ കാലഘട്ടമാണ് ഇതെന്ന് മന്ത്രി വീഡിയോ സന്ദേശത്തിൽ പറഞ്ഞു. ന്യൂനപക്ഷക്ഷേമ കായിക വഖഫ് വകുപ്പ് മന്ത്രി V. അബ്ദുറഹ്മാൻ അധ്യക്ഷനായിരുന്നു. 95% പദ്ധതികളും മണ്ഡലത്തിൽ പൂർത്തിയാക്കാൻ കഴിഞ്ഞുവെന്ന് മന്ത്രി അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ അധികാരത്തിൽ വന്ന സമയത്ത് ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഈ നാട്ടിലെ പൊതുപ്രവർത്തകർ സമീപിക്കുകയും ഇതിൻ്റെ ഭാഗമായി കേരളത്തിൽ നമ്മൾ നടപ്പിലാക്കുന്ന റെയിൽവേ ഓർബിറ്റ് പദ്ധതികൾ ഉൾപ്പെടുത്തി താനൂർ തെയ്യാല മേൽപ്പാലം എന്ന് യാഥാർത്ഥ്യമായിരിക്കുകയാണ്. ഈ മേൽപ്പാല നിർമ്മാണത്തിൻ്റെ ഒരു 10% ജോലി കൂടി ഇനി ബാക്കിയുണ്ട്. അത് താഴെയുള്ള വീടുകളിൽ നിന്നുള്ള മഴവെള്ളം വലിച്ചു പോകാനുള്ള ഒരു ഡ്രെയിനേജും അതോടൊപ്പം തന്നെ മഠത്തിൽ റോഡിലേക്ക് തിരിയുന്ന ഭാഗത്തുള്ള ചെറിയൊരു വർക്കുമാണ് ബാക്കിയുള്ളത്. അത് പൂർത്തീകരിച്ച് മാത്രമേ കോൺട്രാക്ടർക്ക് നമ്മൾ അവരുടെ ബില്ല് പൂർണ്ണമായി നൽകുകയുള്ളൂ എന്ന് ഞാൻ ആദ്യമായി അറിയിക്കുകയാണ്. ഇന്നത്തെ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത് ഏറ്റവും ബഹുമാനീയനായ എൻ്റെ പ്രിയ സുഹൃത്തു കൂടിയായിട്ടുള്ള പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി ശ്രീ PA മുഹമ്മദ് റിയാസാണ്. അദ്ദേഹം നേരിട്ടെത്തണമെന്ന് ആഗ്രഹിച്ചതാണ്. പക്ഷേ നിരവധിയായിട്ടുള്ള തിരക്കുകൾക്കിടയിൽ ഈ സമയത്തിന് ഇവിടെ എത്തിച്ചേരാൻ കഴിയാത്തതുകൊണ്ട് അദ്ദേഹം ഓൺലൈനായി ഈ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. ബഹുമാന്യരെ, പ്രിയപ്പെട്ടത്, വളരെ സന്തോഷകരമായ ഒത്തുചേരലാണ്. നേരിട്ട് എത്തിച്ചേരണമെന്ന് ആഗ്രഹിച്ചതാണ്. പക്ഷെ ഔദ്യോഗികമായ മറ്റു ഉത്തരവാദിത്തങ്ങൾ കാരണം നേരിട്ടെത്താനായില്ല. ലെവൽ ക്രോസ് ഒന്നുപോലും ഇല്ലാത്ത കേരളം എന്ന സ്വപ്ന പദ്ധതി അത് യാഥാർത്ഥ്യമാക്കാൻ കേരളം അതിൻ്റെ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തു. വലിയ മുന്നേറ്റം ഉണ്ടായി. ഏറ്റവും കൂടുതൽ റെയിൽവേ മേൽപ്പാലങ്ങൾ പൂർത്തിയായ ഒരു കാലമാണ്. ഈ ഗവൺമെന്റിന്റെ കാലത്ത് 10 എണ്ണം നമ്മൾ പൂർത്തിയാക്കി നാടിന് സമർപ്പിച്ചു. 4 എണ്ണം ഇപ്പോൾ ഉദ്ഘാടനത്തിന് തയ്യാറായിരിക്കുക. അങ്ങനെ നിരവധി പദ്ധതികൾ. 30ഓളം റെയിൽവേ മേൽപ്പാലങ്ങളുടെ പ്രവൃത്തി പുരോഗമിക്കുകയാണ്. ആകെ 150ഓളം മേൽപ്പാലങ്ങളാണ് യാഥാർത്ഥ്യമാകുന്നത്. പ്രധാനപ്പെട്ട ജംഗ്ഷനുകൾ വികസിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഫ്ലൈ ഓവറുകളും ബൈപ്പാസുകളും സാധ്യമാവുകയാണ്. നഗര റോഡ് വികസന പദ്ധതി ലോകം തന്നെ അംഗീകരിക്കുന്ന നിലയിലായി മാറി. നമ്മുടെ തലസ്ഥാനത്തെ സ്മാർട്ട് സിറ്റി പദ്ധതി കേരളത്തിനാകെ അഭിമാനിക്കാവുന്ന ഒന്നാണ്. പരിപാലനത്തിനായി റണ്ണിംഗ് കോൺട്രാക്ട് സംവിധാനം, സുതാര്യത ഉറപ്പുവരുത്തി ജനങ്ങൾക്ക് മുമ്പാകെ ഇതിൻ്റെ കാലാവധിയും ആ കാലാവധിക്കുള്ളിൽ എന്ത് പറ്റിയാലും കരാറുകാർ അതിൻ്റെ ഉത്തരവാദിത്വം ഉണ്ട് എന്നുള്ള വസ്തുത പുറത്തു കൊണ്ടുവരുമൊക്കെ പച്ച നീല ബോർഡുകൾ വെച്ചുകൊണ്ട് യാഥാർത്ഥ്യമാക്കി. ജനങ്ങൾ കാഴ്ചക്കാരല്ല, കാവൽക്കാരാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്ന ബോർഡുകൾ കേരളത്തിൽ സ്ഥിരമായി കഴിഞ്ഞു. ലെവൽ ക്രോസ് മുക്ത കേരളം എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന്റെ ഭാഗമായി കിഫ്ബി ഫണ്ടിൽ നിന്ന് 33.3 കോടി രൂപ ചെലവഴിച്ചാണ് മേൽപ്പാലം നിർമ്മിച്ചത്. റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഓഫ് കേരള ലിമിറ്റഡ് മുഖേന നിർമ്മാണം പൂർത്തിയാക്കിയ മേൽപ്പാലം വഴി താനൂരിലെ ജനങ്ങൾക്കും താനൂരിനെ ആശ്രയിക്കുന്ന കിഴക്കൻ ഭാഗങ്ങളിൽ നിന്നുള്ളവർക്കും തടസ്സങ്ങളില്ലാതെ യാത്ര ചെയ്യാൻ സാധിക്കും. താനൂർ ഹാർബർ, താലൂക്ക് ആശുപത്രി, കച്ചവട സ്ഥാപനങ്ങൾ തുടങ്ങിയവയെ ആശ്രയിക്കുന്നവർക്ക് മേൽപ്പാലം വരുന്നതോടെ വലിയ ആശ്വാസമാവുകയാണ്. നിരവധി ട്രെയിനുകൾ കടന്നു പോകുന്ന റെയിൽവേ ലൈനിൽ കുരുങ്ങി കിലോമീറ്ററോളം ദൂരത്തിൽ വാഹനങ്ങൾ കിടക്കുന്ന ദുരവസ്ഥ
അവസ്ഥ മാറ്റുന്നതിന് ഇതോടെ പരിഹാരമായി. അപ്രോച്ച് റോഡിന്റെ 10% പ്രവൃത്തികൾ മാത്രമാണ് പൂർത്തിയാക്കാൻ ബാക്കിയുള്ളത്. ചടങ്ങിൽ RBDCക്ക് ഡെപ്യൂട്ടി ജനറൽ മാനേജർ സി ദേവേശൻ സ്വാഗതം പറഞ്ഞു. ജനറൽ മാനേജർ എം അൻസാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. നഗരസഭാ കൗൺസിലർമാരായ ലാമിഹ് റഹ്മാൻ, എം സുചിത്ര, AN ജാസ്മിൻ, ഷുഹൈബ്, RBDCK പ്രൊജക്ട് മാനേജർ അനിൽകുമാർ, സംസ്ഥാന സർക്കിൾ സഹകരണ യൂണിയൻ പ്രതിനിധി EJN, മലബാർ ദേവസ്വം ബോർഡ് ഏരിയ മാനേജർ OK ബേബിശങ്കർ, റെയിൽവേ പാസഞ്ചേഴ്സ് അസോസിയേഷൻ പ്രതിനിധി ജനചന്ദ്രൻ മാസ്റ്റർ, കൂടാതെ താനൂർ നഗരസഭാ കൗൺസിലർമാർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ സംബന്ധിച്ചു. വെട്ട ന്യൂസ്, താനൂർ. മന്ദാരം പബ്ലിക്കേഷൻ ലിറ്ററേച്ചർ ഓഫ് ലവ് സാഹിത്യ സംഗമവും പുസ്തക പ്രകാശനവും തിരൂർ തുഞ്ചംപറമ്പിൽ നടന്നു. മന്ദാരത്തിന്റെ കാളിമ എന്ന കൃതിയുടെ പ്രകാശനമാണ് നടന്നത്. ചലച്ചിത്ര താരം ഗിരിജ രവീന്ദ്രൻ സാഹിത്യ സംഗമം ഉദ്ഘാടനം ചെയ്തു. മന്ദാരം ഡയറക്ടറും എഴുത്തുകാരനുമായ റഷീദ് വെന്നിയൂർ അധ്യക്ഷത വഹിച്ചു. ചലച്ചിത്ര താരം ഗിരിജ രവീന്ദ്രൻ സാഹിത്യ സംഗമം ഉദ്ഘാടനം ചെയ്തു. ഇന്ന് കഴിഞ്ഞ പ്രാവശ്യം കോഴിക്കോട് മന്ദാരത്തിന്റെ പരിപാടി ഉണ്ടായിരുന്നു. അതിൽ എന്നെ റഷീദ് സർ വിളിച്ചിരുന്നു. അത് സന്തോഷമായിട്ട് എനിക്ക് പങ്കെടുക്കാൻ പറ്റി. ഇന്നിപ്പോൾ പെട്ടെന്ന് വിചാരിച്ചതല്ല നമ്മുടെ ഇവിടെ കുഞ്ചൻ. സ്നേഹത്തിന് വേണ്ടിയുള്ള സാഹിത്യത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ജാതിയോ മതമോ വർണ്ണമോ ഇല്ലാതെ എല്ലാവരെയും തുല്യമായി കാണാനും സ്നേഹിക്കാനും നമുക്ക് കഴിയണമെന്നും പുതിയ എഴുത്തുകാർക്ക് മികച്ച അവസരങ്ങൾ ഒരുക്കുകയാണ് മന്ദാരത്തിന്റെ ലക്ഷ്യമെന്നും റഷീദ് വെന്നിയൂർ പറഞ്ഞു. മന്ദാരത്തിന്റെ 17ാമത് സാഹിത്യ സംഗമത്തിന്റെ ഉദ്ഘാടന കർമ്മമാണ് ചലച്ചിത്ര താരം ഗിരിജ രവീന്ദ്രൻ നിർവഹിച്ചത്. ലോക കേരള സഭാ അംഗം PK കബീർ സലാല, ഫിലിം ആർട്ടിസ്റ്റ് മാനിയ റഹീം എന്നിവർ വിശിഷ്ടാതിഥികളായിരുന്നു. ലിറ്ററേച്ചർ ഓഫ് ലവ് എന്ന സന്ദേശത്തെ കുറിച്ച് കവിയും എഴുത്തുകാരനുമായ ഫ്രെഡി പൗലോസ് സംസാരിച്ചു. കാളിമ എന്ന പുസ്തകത്തെ എഴുത്തുകാരി നിഷാകുമാരി ടീച്ചർ പരിചയപ്പെടുത്തി. ലോക കേരള സഭാ അംഗം PK കബീർ സലാല പുസ്തകത്തിന്റെ പ്രകാശനം ഫിലിം ആർട്ടിസ്റ്റ് മാനിയ റഹീമിന് നൽകി നിർവഹിച്ചു. 5ാമതും ലോക കേരള സഭാംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട കബീർ സലാലയെയും കേരള നിയമസഭ സംഘടിപ്പിച്ച അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ പുസ്തകാസ്വാദന മത്സരത്തിൽ 1ാം സ്ഥാനം നേടിയ മന്ദാരത്തിന്റെ എഴുത്തുകാരി ടി നിഷാകുമാരി ടീച്ചറെയും മൊമന്റോയും പൊന്നാടയും അണിയിച്ച് ആദരിച്ചു. എഴുത്തുകാരനായ ഡോക്ടർ ഹസീന ബീഗം, ഷീന മനോജ് തൃത്തല്ലൂർ, പ്രേംകുമാർ ചുങ്കത്ത്, ഡോക്ടർ ക്ലാരിസ് ടോമി, നൌഫൽ മുതുവാടൻ എന്നിവർ ആശംസകൾ നേർന്നു സംസാരിച്ചു. കവയത്രി ശാന്ത R കൃഷ്ണന്റെ പ്രാർത്ഥനാ ഗാനത്തോടെ തുടക്കം കുറിച്ച പരിപാടിയിൽ കേരളത്തിന്റെ 14 ജില്ലകളിൽ നിന്നായി 100ലേറെ കവികളും എഴുത്തുകാരും പങ്കെടുത്തു. കവയത്രിമാരായ അഖില ദേവർകളത്തിൽ സ്വാഗതവും പത്മജ നടുവട്ടം നന്ദിയും പറഞ്ഞു. വെട്ട ന്യൂസ്, തിരൂർ. താനൂർ നിയോജക മണ്ഡലത്തിലെ തിരൂർ മലപ്പുറം റോഡ് BM&BC ചെയ്ത് നവീകരിച്ചതിന്റെ ഉദ്ഘാടനം ന്യൂനപക്ഷക്ഷേമ കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിച്ചു. പൊതുമരാമത്ത് വകുപ്പിന്റെ സംസ്ഥാന പാതയിൽ ഉൾപ്പെടുന്ന തിരൂർ മലപ്പുറം റോഡിൽ തലക്കെടുത്തൂർ മുതൽ കുറ്റിപ്പാല വരെയുള്ള നവീകരണ പ്രവൃത്തിയാണ് നടന്നത്. 2017-18 ബഡ്ജറ്റിൽ തുക ഉൾപ്പെടുത്തി പൊതുമരാമത്ത് വകുപ്പ് തയ്യാറാക്കിയ എസ്റ്റിമേറ്റിന് 6 കോടി രൂപയ്ക്ക് ഭരണാനുമതി ലഭിച്ചാണ് റോഡിന്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചത്. 92 പേർ ഭൂമി വിട്ടു നൽകി. പുരാതന വ്യാപാര കേന്ദ്രമായിരുന്ന തലക്കെടുത്തൂർ അങ്ങാടിയിൽ റോഡിന്റെ ഇരുഭാഗത്തു നിന്നും സ്വകാര്യ വ്യക്തികൾ ശരാശരി 2 മീറ്റർ വീതിയിൽ ഭൂമി വിട്ടു നൽകി. അത്യാവശ്യ സ്ഥലങ്ങളിൽ ഗ്രേറ്റിംഗ്സോടുകൂടിയ കനാലുകളുടെ നിർമ്മാണവും ഐറിഷ് ഡ്രെയിൻ നിർമ്മാണവും റോഡ് സുരക്ഷയ്ക്കായുള്ള റോഡ് മാർക്കിങ്ങും സൈൻ ബോർഡുകളും പ്രവൃത്തിയിൽ ഉൾപ്പെടുത്തി പൂർത്തീകരിച്ചു. ചടങ്ങിൽ PWD നിരത്തുകൾ വിഭാഗം സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ PK മിനി സ്വാഗതം പറഞ്ഞു. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ A ജമാൽ മുഹമ്മദ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് C നൌഷാദ്, ചെറിയമുണ്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PT നാസർ, പൊന്മുണ്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് R കോമുക്കുട്ടി, PWD നിരത്തുകൾ ഉപവിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ KP ബിന്ദു, സംസ്ഥാന സർക്കിൾ സഹകരണ യൂണിയൻ പ്രതിനിധി EJN, സംസ്ഥാന ബോർഡ് മെമ്പർ CN ഉസ്മാൻ ഹാജി, ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് ജലീൽ മയൂര, വ്യാപാരി വ്യവസായി പ്രതിനിധി പുഴയ്ക്കൽ കുഞ്ഞാലൻകുട്ടി, കൂടാതെ ഗ്രാമപഞ്ചായത്ത് പ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർ തുടങ്ങിയവർ സംബന്ധിച്ചു. വെട്ട ന്യൂസ്, താനൂർ. കേരളത്തിലെ ഏറ്റവും വിപുലമായ അനാഥ വിധവ സംരക്ഷണ സംരംഭമായ ദി ലൈറ്റ് ചാരിറ്റബിൾ ട്രസ്റ്റ് തിരൂർ പുല്ലൂർ ചാപ്റ്ററുകൾ സംയുക്തമായി സംഘടിപ്പിച്ച കുടുംബ സംഗമം കുറുക്കോളി മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. തിരൂർ ചാപ്റ്റർ പ്രസിഡന്റ് KM അബ്ദുല്ല ലത്തീഫ് അധ്യക്ഷത വഹിച്ചു. ലൈറ്റിനെ അറിയാം എന്ന വിഷയത്തിൽ നസീർ മദനിയും റമദാൻ അനുഗ്രഹീത മാസം എന്ന വിഷയത്തിൽ സാബിക് പുല്ലൂരും പ്രഭാഷണം നടത്തി. റമദാൻ കിറ്റ്, നമസ്കാര കുപ്പായം, പ്രതിമാസ സാമ്പത്തിക സഹായം എന്നിവ മുഴുവൻ കുടുംബങ്ങൾക്കും വിതരണം ചെയ്തു. നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അൻവർ പാറയിൽ, കൗൺസിലർമാരായ M ഏനുദ്ദീൻകുട്ടി എന്ന കുഞ്ഞിപ്പ, KP ശ്രീരാഗ്,
ജില്ലാ പഞ്ചായത്ത് മെമ്പർ NP ഷെരീഫ് ഹബി, MES സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൈനിക്കര ഷാഫി ഹാജി, ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് PA ഭാവ, പാറപ്പുറത്ത് മുഹമ്മദ് കുട്ടി ഹാജി, VA ഗഫൂർ മാസ്റ്റർ, Dr. K. ഫൈസൽ, B. ബിൽക്കീസ് ടീച്ചർ, EP ഉമ്മർ ഹാജി, PP യൂസഫ്, യാക്കൂബ്, K. അബ്ദുൽ അസീസ് മദനി, C. അബ്ദുൽ ജലീൽ മാസ്റ്റർ തുടങ്ങിയവർ പ്രസംഗിച്ചു. വെട്ട ന്യൂസ് തിരൂർ. ശിവരാത്രിയോടനുബന്ധിച്ച് സ്വാതി തിരുനാൾ കലാകേന്ദ്രം ട്രസ്റ്റ് മ്യൂസിക് തെറാപ്പി ഫൗണ്ടേഷൻ തൃക്കണ്ടിയൂരിന്റെ നേതൃത്വത്തിൽ ശ്രീ തൃക്കണ്ടിയൂർ ശിവക്ഷേത്രത്തിൽ വെച്ച് സംഗീതാർച്ചന, വീണവാദനം, നൃത്തങ്ങൾ, തിരുവാതിരക്കളി എന്നിവ അരങ്ങേറി. നിരവധി ഭക്തർ പങ്കാളികളായി. തിരൂർ തൃക്കണ്ടിയൂർ സ്വാതി തിരുനാൾ കലാകേന്ദ്ര ട്രസ്റ്റ് മ്യൂസിക് തെറാപ്പി ഫൗണ്ടേഷൻ തൃക്കണ്ടിയൂർ മഹാശിവക്ഷേത്രത്തിൽ നടത്തിയ സംഗീതാർച്ചനയിൽ വീണ വിദ്വാൻ ശ്രീജു ശ്രീനിവാസ്, മൃദംഗം റിനീഷ് കോഴിക്കോട്, തബല സജിത് കോഴിക്കോട് തുടങ്ങി 25ഓളം പേർ പങ്കെടുത്തു. മഹാത്രിശൂലമതു മൃഗവുമേന്തിഗതിയേറ്റുവാൻ ചന്ദ്രശേഖര തെളിഞ്ഞു കാണണം അന്തികേ മമ സദാശിവ. ചന്ദ്രശേഖര തെളിഞ്ഞു കാണണം അന്തികേ മമ. വെട്ട ന്യൂസ് തൃക്കണ്ടിയൂർ. പ്രൈം ടുഡേ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.